തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊരു വാർത്തയിലേക്കാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ കാണാൻ ഒ. പനീർസെൽവം കൂടിക്കാഴ്ച എൻ.ഡി.എ വിട്ടതിന് പിന്നാലെയാണ് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നു. റഹീസ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഏത് രീതിയിൽ കാണണം? എന്താണ് ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള ശ്രമത്തിന് പിന്നിലെ കാരണങ്ങൾ, വിശദാംശങ്ങൾ? പ്രജിൻ, ഇന്ന് ഉച്ചയോടുകൂടി എൻ.ഡി.എ ക്യാമ്പ് താൻ വിടുകയാണ് എന്ന് ഒ. പനീർസെൽവം നേരത്തെ തീരുമാനിച്ചിരുന്നു. അദ്ദേഹം അത് ഇന്ന് ഉച്ചയോടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിന്റെ കാരണങ്ങൾ ചോദിച്ചപ്പോൾ ഈ പനീർസെൽവത്തിന്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ അറിയാമല്ലോ എന്നാണ്. അതായത് ബി.ജെ.പിയിൽ നിന്നും കടുത്ത അവഗണനയാണ് ഒ. പനീർസെൽവം വിഭാഗത്തിന് ലഭിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം നേരത്തെ തന്നെ ഇക്കൂട്ടർക്കുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് AIADMKയുമായിട്ട് ഇവർ കൈകോർക്കുന്നത്, ബി.ജെ.പി കൈകോർക്കുന്നത്. അതിനുശേഷം അമിത്ഷായോട് പലതവണ ആവർത്തിച്ച് ചോദിച്ചിരുന്നു പനീർസെൽവം വിഭാഗത്തിനെ ഒപ്പം ചേർക്കുമോ എന്ന്. അപ്പോൾ അത് AIADMKയുടെ കാര്യമാണ്. എടപ്പാടി പളനിസ്വാമി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് ബി.ജെ.പി പൊതുവിൽ അത്തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതിന് പിന്നാലെ 2 ദിവസത്തിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തിയപ്പോഴും ഒ. പനീർസെൽവം ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ കാണാൻ നരേന്ദ്രമോദി തയ്യാറായില്ല. അതിന് പിന്നാലെയാണ് ബി.ജെ.പിയിൽ നിന്ന് കടുത്ത അവഗണന നേരിട്ടു എന്ന് അറിയിച്ചുകൊണ്ട് പനീർസെൽവം എൻ.ഡി.എ ക്യാമ്പ് വിടുന്നു എന്നുള്ള കാര്യം ഇന്ന് ഉച്ചയ്ക്ക് അറിയിച്ചത്. ശേഷം വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നു. പനീർസെൽവത്തിന്റെ പക്ഷത്തുള്ളവർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്റ്റാലിന് അസുഖബാധിതനാണ്, അപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ ഭാഗമായി കാണുന്നതെന്നാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ നീക്കമായി തന്നെ വിലയിരുത്തേണ്ടി വരും. ഇന്ന് രാവിലെയും അദ്ദേഹം പ്രഭാത് സവാരിക്കിടയിൽ എം.കെ. സ്റ്റാലിനെ കണ്ടിരുന്നു എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നു. അതിന് പിന്നാലെയാണ് വൈകിട്ട് വിശദമായി കാണാനായി ഇപ്പോൾ അദ്ദേഹം പോകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം മാറുന്ന സാഹചര്യത്തിൽ അവിടേക്ക് ഒ. പനീർസെൽവം ഇപ്പോൾ DMK ക്യാമ്പിലേക്ക് വരുമോ എന്നുള്ള ചർച്ച വളരെ സജീവമാണ്. അദ്ദേഹത്തിനോട് അടുത്തു നിൽക്കുന്നവർ DMK ക്യാമ്പിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തിരക്കിട്ട ചർച്ചകളും നീക്കങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രജിൻ, മുഹമ്മദ് റഹീസാണ്. റഹീസ്, അതോടൊപ്പം തന്നെ ഇതിൽ പ്രതികരണങ്ങൾ, അത് ഇനിയിപ്പോൾ ഏത് ഘട്ടത്തിൽ പ്രതീക്ഷിക്കണം? ഈ രീതിയിൽ നിലവിലെ നീക്കം അത് സ്റ്റാലിനുമായി ചേർന്ന് പോകാനുള്ള നീക്കമാണോ? അതൊക്കെ കൃത്യമായി നമുക്ക് എപ്പോൾ പറയാൻ കഴിയും? മുഖ്യമന്ത്രിയോട്, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ചില നേതാക്കൾ ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണം, രാഷ്ട്രീയ കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും മാറും, അതിനനുസരിച്ച് തങ്ങൾ ഈ സഖ്യത്തിന്റെ കാര്യത്തിലും കൂടിച്ചേരലിന്റെ കാര്യത്തിലും ഒക്കെ അപ്പോൾ പ്രതികരിക്കാമെന്നാണ്. പക്ഷെ അപ്പോഴും ബി.ജെ.പിയെ കടന്ന് വിമർശിക്കാൻ, ആ ഒരു സഖ്യത്തിനെ കടന്ന് വിമർശിക്കാൻ ഇപ്പോൾ തന്നെ ഇവർ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുള്ള ഒരു സ്കോപ്പ്, അല്ലെങ്കിൽ ഒരു ഇടം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും DMK ക്യാമ്പാണ്. ആ ക്യാമ്പിലേക്ക് പനീർസെൽവം വരുന്നതിന് പ്രത്യക്ഷത്തിൽ ആരും ഇതുവരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ DMK ക്യാമ്പിലേക്ക് അദ്ദേഹം എത്തും എന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായി വരികയാണ്. നേരത്തെ തന്നെ ഈ AIADMK എടപ്പാടി പളനിസ്വാമി ഈ ഒരു സഖ്യത്തിന്, ബി.ജെ.പിയുമായുള്ള സഖ്യത്തിന് കൈ കൊടുക്കുമ്പോൾ തന്നെ ഒ. പനീർസെൽവത്തിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അദ്ദേഹത്തിന്റെ വിഭാഗത്തിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ബി.ജെ.പി നിലവിൽ നടത്തി വരുന്നത്. ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ വിഭാഗത്തെ കേൾക്കാനോ അദ്ദേഹത്തിനെ കേൾക്കാനോ ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളൊന്നും തയ്യാറായിരുന്നില്ല. ബി.ജെ.പിയുടെ പുതിയ നേതൃത്വവും അദ്ദേഹവും തമ്മിൽ അത്ര രസത്തിലല്ല എന്നുള്ള ചില റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഒരു ഘട്ടത്തിലും തങ്ങൾക്കൊരു പ്രാതിനിധ്യം ലഭിക്കില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ തങ്ങളെ കൂടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകില്ല, സീറ്റ് മതിയായ സീറ്റ്. അതുകൊണ്ട് തന്നെയാണ് ആ ക്യാമ്പ്, എൻ.ഡി.എ ക്യാമ്പ് വിട്ട് ഇപ്പോൾ പനീർസെൽവം പുറത്തേക്ക് വരികയും പിന്നീട് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ കണ്ട് DMKയുമായുള്ള സഖ്യം, അതിന്റെ സാധ്യതകളൊക്കെ ആലോചിക്കുകയും ചെയ്യുന്നതെന്ന് അനുമാനിക്കാം. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.